പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തിൽ ശരണപ്പെടണം. ഹെബ്രായർ 11:6 തിരുവചനം പറയുന്നു, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യുന്നവന് ഒരു കുറവും ഉണ്ടാകുകയില്ല. നമ്മെക്കുറിച്ച് കരുതലും നമ്മോട് കരുണയും ഉള്ളവനാണ് നമ്മുടെ സ്നേഹനിധിയായ ദൈവം. സങ്കീർത്തനം 34:8 സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ച് അറിയുവിൻ എന്ന്. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് കർത്താവിൽ ആശ്രയം വയ്ക്കണമെങ്കിൽ നമുക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ദൈവം തരുന്ന ദാനമാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. റോമ 10:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. യേശുവിനെക്കുറിച്ച് നാം കൂടുതൽ കേൾക്കുകയും യേശുവിനെ അറിയുകയും ചെയ്യുമ്പോൾ യേശുവിനെ നാം കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. യേശുവിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ വചനങ്ങളിൽ നമുക്ക് വിശ്വാസവും അതുവഴി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നത്. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറും. അപ്പോഴാണ് ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിവിധ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളും രോഗങ്ങളും തൊഴിലില്ലായ്മയും എല്ലാം നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. ഇതുമൂലം നാം എല്ലാവരും ദുഃഖിതരും ഉത്കണ്ഠാകുലരുമാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും കൂടുതലായി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ, നമ്മോട് കരുണയും നമ്മെക്കുറിച്ച് കരുതലുമുള്ള ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ഏശയ്യ 40:31 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഏശയ്യ 41:10 കർത്താവ് അരുളി ചെയ്യുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കുകയും കർത്താവ് അവനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും അവനെ താങ്ങി നിർത്തുകയും ചെയ്യും. അതിനാൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് നമുക്ക് അനുദിനം ജീവിക്കാം. അപ്പോൾ നമുക്കൊന്നിൻ്റെയും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.